ഹലോ, ഇന്ന് നമുക്ക് ബ്രെഡ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 250 മില്ലിയുടെ കപ്പിൽ 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ. നല്ല മധുരം വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അതിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൈദയിലേക്ക് ഒഴിക്കുകയാണ്. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 മില്ലിയുടെ കപ്പിൽ തന്നെയാണ് 2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പാലൊഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 25 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇവിടെ ഒരു 10 മിനിറ്റ് കുഴച്ച് വെക്കുന്നു. അതുപോലെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് മൂടി വെക്കുക. ഒരു പാത്രം വെച്ചിട്ടൊന്ന് മൂടി വെക്കുകയാണ്. കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് അങ്ങനെ മൂടി വെക്കുന്നത്. ഇനിയും 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുക്കും. നമ്മൾ മൂടി വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടി പോരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡിനുള്ള മാവ് റെഡി ആയിട്ടില്ല എന്നാണ്. ഇങ്ങനെ പൊട്ടി പോരാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് തേച്ച് കുഴച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ പാലിൽ ഈ ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് 2 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. 2 ഭാഗമാക്കി എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വീണ്ടും അടുത്ത ഒരു ഭാഗം കൂടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിതൊന്ന് പൊങ്ങാൻ വെക്കണം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡാണ്. ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മുടെ മെഷറിംഗ് ഒക്കെ കറക്റ്റ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല പുതിയ ഈസ്റ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പാലും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തതാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എഗ് വാഷ് ചെയ്താലും മതി കേട്ടോ. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 30 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേണം മോൾഡിൽ നിന്ന് മാറ്റാൻ. ഇനി മോൾഡിൽ നിന്ന് മാറ്റി കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.